ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് കോട്ട സാരീസാണ് കേട്ടോ. കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓരോ കളേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ ഒന്ന് വെച്ച് കാണിക്കുവാണ്. ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് ഇപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇടാം കേട്ടോ. നെറ്റ് കോട്ട സാരിയുടെ പുതിയ ഡിസൈൻസ് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തീരുന്ന അനുസരിച്ചിട്ട് ഞാൻ പുതിയ ഡിസൈൻസ് എല്ലാം ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ 1-2 മെറ്റീരിയൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചുരിദാർ ചെയ്യാനായിട്ട്. അപ്പോൾ ചുരിദാറിൻ്റെ നെക്ക് പാറ്റേൺ ചെയ്യാനായിട്ട് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് ഏത് ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇതിലേതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് എനിക്ക് മെസ്സേജ് ഇടാം കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള എളുപ്പത്തിനായിട്ട് ഞാനിവിടെ സാരിയുടെ ഫോട്ടോ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കളർ മനസ്സിലാവാനും അതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കാനും ഈസി ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എംബ്രോയ്ഡറിയുടെ കാര്യത്തിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് അയച്ചാലും ഞാൻ എപ്പോഴാണെങ്കിലും, അതായത് ഞാൻ ആ മെസ്സേജ് കാണുന്ന സമയത്ത് റിപ്ലൈ ഇടാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്ത് ഡൗട്ട് തോന്നിയാലും നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. പിന്നെ ഒത്തിരി പേര് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. കുറച്ച് പേര് എൻ്റെ അടുത്ത് ഡിസൈനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ച എല്ലാവർക്കും തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഡിസൈൻ മാത്രം പോസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് സ്റ്റാമ്പൊക്കെ വാങ്ങിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇയർലിസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ പിന്നെ പുതിയ ഡിസൈൻസ് ചോദിക്കുന്നുണ്ട് ഒത്തിരി പേര്. പുതിയ ഡിസൈൻസ് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീരുന്ന അനുസരിച്ചിട്ട് പുതിയ ഡിസൈൻസ് വർക്ക് ചെയ്തതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ചില സമയത്ത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എയ്റോപ്ലെയിൻ മോഡിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വരിക, കോൾ വരികയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എഡിറ്റിങ്ങിനെ അത് ബാധിക്കും. അപ്പോൾ ചിലൊരു ശബ്ദം കേൾക്കും കേട്ടോ. അതായിരിക്കാം ചില സമയത്ത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൈബ്രേറ്റിംഗ് ഒരു വോയിസ്, ആ ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ആക്ച്വലി അത് മറന്നുപോയി അങ്ങനെ ഓഫാക്കാനായിട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് സീൻസ് കൂടെ നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ ലാസ്റ്റ് ടൈം ബാംഗ്ലൂർ പോയതിൻ്റെയാണ്. അമ്മയായിട്ടൊന്ന് ബാംഗ്ലൂർ പോയായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ കുറേ പ്രാവശ്യം ബാംഗ്ലൂർ പോയിട്ടുണ്ട്. നോർമലി ഞാൻ ബാംഗ്ലൂർ പോകുന്നത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു എന്തായാലും ബാംഗ്ലൂർ പാലസ് ഒന്ന് കാണാമെന്ന്. അമ്മയുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ബിന്ദു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ബാംഗ്ലൂർ പാലസൊക്കെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. കണ്ടോ, റോഡും കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. ആ ഒരു ഏരിയ തന്നെ നിറച്ച് മരങ്ങളായിരുന്നു. ഇനി ബാംഗ്ലൂർ പാലസ് ഒന്ന് കാണിക്കാം കേട്ടോ. കണ്ടോ, പാലസിൻ്റെ ഉള്ളിൽ മൊബൈൽ ഫോൺ അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. എങ്കിലും പുറമേ നിന്ന് കാണിക്കുവാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ബാംഗ്ലൂർ പാലസ് കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള പാലസ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എന്നുവെച്ചാൽ അത്രയും എന്താ പറയുക, ഓൾഡ് ആയിട്ടുള്ളൊരു ബിൽഡിങ് ഇത്ര നല്ല രീതിയിൽ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ബാംഗ്ലൂർ പോയിട്ടുള്ളവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കണം. അമ്മയും ബിന്ദു ചേച്ചി ഇവിടെ നടന്ന് പോകുന്നുണ്ട്. ഞാൻ പുറകെ വീഡിയോ എടുത്തുകൊണ്ട് വരുക. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഗാർഡൻ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല രീതിയിലാണത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഡേ ടൈം ആയിരുന്നു. ഞങ്ങളൊരു മോർണിംഗ് ടൈമാണ് പോയത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ഒരു 12 o'clock ആ ഒരു ടൈം ആയിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മുടെ നാട്ടിൽ കണ്ടിരുന്ന കുറേ ചെടികളൊക്കെ അവിടെ കാണാൻ പറ്റി. അപ്പം ഞാനൊരു നൊസ്റ്റാൾജിയ മനസ്സിൽ വിചാരിച്ചിട്ട് അതിൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. ഇതുവരെ ബാംഗ്ലൂർ പോയിട്ടുണ്ടെങ്കിലും അവിടെ കുറച്ച് ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണണം എന്ന് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പോകുമ്പോൾ പിള്ളേരായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ പോകുമ്പോൾ കൂടുതൽ ഷോപ്പിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. മാക്സിമം സാധനങ്ങൾ വാങ്ങുക, ഷോപ്പിങ്ങിന് പോവുക, കറങ്ങി നടക്കുക, ഫുഡ് കഴിക്കുക, അതൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഓർക്കാൻ പറ്റിയ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മയാണെങ്കിലും ബിന്ദു ചേച്ചി ആണെങ്കിലും വിചാരിക്കും ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് അവിടെ ഒന്നും കാണാൻ പറ്റില്ല, ഈ ഷോപ്പിംഗ് മാത്രമാണോ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് ബാംഗ്ലൂർ പാലസും കണ്ടു. ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടണേ. അതായത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വന്നതാണ്. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ടൊന്നും നിന്നില്ല. പിന്നെ അതായത് കണ്ടോ, നിറയെ സാധനങ്ങളെല്ലാം വാങ്ങി ടയേർഡായിരുന്നു. അപ്പോൾ കുറച്ച് ഏരിയ ഒരു എന്താ പറയുക, ഈവനിങ് വൈബ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഈ ഒരു പാർട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന ഒരു സീനാണ്. അവിടെ ചില ഷോപ്സൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭംഗി പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഈവനിങ് ആകുമ്പോഴാണ് ഇതേപോലെ കംപ്ലീറ്റ് ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആയിരിക്കും.
പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ പോകുമ്പോൾ കുടിക്കാൻ വെള്ളം കയ്യിൽ കൊണ്ടുപോവുക. നെക്സ്റ്റ് ജയാനഗറിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. ഇവിടെ ഞാൻ ഒത്തിരി നാളായി പോകണം എന്ന് വിചാരിക്കുന്നു. ഈ പ്രാവശ്യം പോയപ്പോഴേക്കും എന്തായാലും പോകാനായിട്ട് സാധിച്ചട്ടോ. ഇവിടെ നിറയെ ഷോപ്പിംഗാണ്. അതായത് ഒരുപാട് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. ഒത്തിരി പേര് അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. ഇതേപോലെ നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ്സ്. അത്യാവശ്യം നല്ല റേറ്റ് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നൊരു 300 ഒക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇതിന്. ഞാൻ കുറച്ച് ബാർഗെയിനിങ് ഒക്കെ ചെയ്ത് നോക്കി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ബോംബെ പോയ സമയത്തും കുറേയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി നമ്മുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ വാങ്ങി ഒരുപാട് വേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ച് അതൊന്നും വാങ്ങിയില്ല. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഒരു മാല ഞാൻ ഇട്ട് നോക്കാനുള്ളൊരു തത്രപ്പാടിലാണ് കേട്ടോ. അമ്മയുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചേക്കുക. കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ. പക്ഷേ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭംഗി കണ്ടിട്ട് എന്താ പറയുക, വാങ്ങണോ വേണ്ടേ ആ ഒരു ഡൗട്ടിലൊക്കെ ഇങ്ങനെ നിന്നു. കണ്ടോ, ഒത്തിരി കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്താ പറയുക, നല്ല ഭംഗിയുള്ള നല്ല ട്രഡീഷണൽ സാരിയുടെ ഒപ്പം വെയർ ചെയ്യാൻ പറ്റിയതും മോഡേൺ സാരിക്ക് പറ്റിയതും പല തരത്തിലുള്ള ഇയറിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞായിരുന്നു വേണമെങ്കിൽ എടുത്തോളൂ, റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഇത് കണ്ടു. പിന്നെ ഡ്രസ്സാണെങ്കിലും ഒത്തിരി സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് വളരെ നല്ലതാണ്. നമുക്ക് നോക്കിയെടുക്കണം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഡാമേജ് പീസൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാനൊന്നും പറ്റില്ല. കൊണ്ടേ കൊടുത്ത് അവർ മാറ്റി തരുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി തന്നെ വാങ്ങാം കേട്ടോ. ഒത്തിരി ടൈം എടുത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.